പ്രസവവേദന ലഘൂകരിക്കണം, ആശ്വാസമുള്ള പ്രസവം കിട്ടണം. എന്ത് വേണം? ശരീരം ഇളകണം. 7-ാം മാസം പെൺകുട്ടികളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അവരിങ്ങനെ ഇളകാതെ നിൽക്കലല്ല വേണ്ടത്, ശരീരം ഇളകണം. ഒരു പ്രസവം അടുത്തൊരു പെണ്ണിൻ്റെ ശാരീരികമായ മാതൃക പോലും മറിയമിലുണ്ട്. അല്ലാഹ് പറയാ പ്രസവം അടുത്തു, പ്രസവവേദന അടുത്തു, അതുകൊണ്ട് പ്രസവം ആയാസമുള്ളതാകണം, എളുപ്പമുള്ളതാകണം. അതിന് ആ ഈത്തപ്പന എൻ്റെ അടുക്കൽ ചെന്നിട്ട് അതൊന്ന് പിടിച്ച് കുലുക്ക്. വഹുസി, അപ്പോൾ ശരീരം ഇളകും. 2 കാര്യം, ഒന്ന് ശരീരം ഇളകും, പ്രസവം എളുപ്പമാകും. അതോടൊപ്പം തുസാക്കി താലേക്ക് റുത്തബഞ്ചനീയ, നല്ല പാകമായ ഈത്തപ്പഴം നിനക്ക് കിട്ടും. ഫക്കുലി, തിന്നോ, വഷ്റബി, കുടിച്ചോ, വഖറി ഐന, കണ്ണിന് കുളിർമയുണ്ടാകുകയും ചെയ്തോ. ഗർഭിണിയായ പെണ്ണിന് നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം. കുലി വഷ്റബി, അതുമാത്രം കൊടുത്താൽ പോരാ, വഖറി ഐന, കണ്ണിന് കുളിർമ, സമാധാനം കൊടുക്കണം, സന്തോഷം കൊടുക്കണം. ഗർഭിണിയായ പെണ്ണ് കരഞ്ഞാൽ ഗർഭസ്ഥ ശിശു കരയും. ഗർഭിണിയായ പെണ്ണ് ചിരിച്ചാൽ, സന്തോഷിച്ചാൽ ഗർഭസ്ഥ ശിശു സന്തോഷിക്കും. ഗർഭിണിയായ പെണ്ണിൻ്റെ മാനസിക വേദന ബ്ലീഡിങ് അടക്കമുള്ള രോഗങ്ങൾ ഉണ്ടാക്കും. സഹോദരങ്ങളെ, ഇന്ന് ശാസ്ത്രം അംഗീകരിച്ച സംഗതിയാ. അല്ലാഹ് പറയാണ്, ഗർഭിണിയായ മറിയമിന് തിന്നാൻ കുറേ കൊടുത്ത്, സൗകര്യങ്ങൾ കൊടുത്ത്, ഗർഭിണിയായപ്പോൾ തന്നെ പരിചരിക്കാൻ ആളെ നിർത്തി. 40 ദിവസം പരിചരിക്കാൻ പ്രത്യേക പരിചരണ കേന്ദ്രങ്ങൾ ബുക്ക് ചെയ്ത് പൈസ അഡ്വാൻസ് അടച്ചു. അതുകൊണ്ട് മാത്രം കാര്യമായില്ല. വീട്ടിൽ സമാധാനമുണ്ടാകണം. ഗർഭിണിയായ പെണ്ണിന് അവൾക്ക് സമാധാനം കൊടുക്കണം, സന്തോഷം കൊടുക്കണം, സമാധാനിപ്പിക്കണം. മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്. ഗർഭിണിയായ പെണ്ണ് നമ്മളെ കുട്ടിയെയാണ് ഗർഭം ചുമന്നിട്ടുള്ളത്. ആരോഗ്യമുള്ള കുട്ടിയെ കിട്ടണം, നല്ല മാനസികാവസ്ഥയുള്ള കുട്ടിയെ കിട്ടണം. അതിനെന്ത് വേണം? പെണ്ണിൻ്റെ മാനസികാവസ്ഥ ഈ കുട്ടിയെ ബാധിക്കും.